മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 10. അനന്തരം യേശു തന്റെ 12 ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവർക്ക് ദുരാത്മാക്കളെ പുറത്താക്കുവാനും എല്ലാവിധ രോഗങ്ങളും വ്യാധികളും സൗഖ്യമാക്കുവാനും അധികാരം കൊടുത്തു. 12 അപ്പോസ്തലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമോൻ, അയാളുടെ സഹോദരനായ അന്ത്രയാസ്, സെബദിയുടെ പുത്രനായ യാക്കോബ്, അയാളുടെ സഹോദരനായ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കക്കാരനായ മത്തായി, അൽഫായുടെ പുത്രനായ യാക്കോബ്, തദ്ദായി, കനാന്യനായ ശിമോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കരിയോത്ത യൂദ. താഴെ പറയുന്ന നിർദ്ദേശങ്ങളോടെ യേശു ഈ 12 പേരെയും അയച്ചു. നിങ്ങൾ വിജാതിയരുടെ ഇടയിലേക്ക് പോകുകയോ ശമര്യരുടെ ഏതെങ്കിലും പട്ടണത്തിൽ പ്രവേശിക്കുകയോ അരുത്. ഇസ്രയേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന സന്ദേശം പ്രസംഗിക്കുവിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്നു, സൗജന്യമായി കൊടുക്കുവിൻ. നിങ്ങളുടെ മടിശീലയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാണല്ലോ. ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യനായി ആരുണ്ടെന്ന് അന്വേഷിക്കുവിൻ. അവിടം വിട്ടു പോകുന്നതുവരെ അയാളുടെ കൂടെ തന്നെ താമസിക്കുവിൻ. ആ വീട്ടിൽ കടക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കുവിൻ. ആ വീട് യോഗ്യതയുള്ളതെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ ആവസിക്കും. അല്ലാത്ത പക്ഷം സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. ആരെങ്കിലും നിങ്ങളെ സ്വാഗതം ചെയ്യാതിരിക്കുകയോ നിങ്ങളുടെ വാക്ക് കേൾക്കാതിരിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ആ ഭവനമോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിൽ നിന്നും പൊടി തട്ടിക്കളയുവിൻ. ന്യായവിധിയുടെ ദിവസത്തിൽ സൊദോമിന്റെയും ഗൊമോരയുടെയും സ്ഥിതി ആ പട്ടണത്തിൻ്റെതിനേക്കാൾ അധികം സഹിക്കാവുന്നതായിരിക്കും എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. ചെന്നായ്ക്കളുടെ ഇടയിൽ ആടുകളെപ്പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ പാമ്പുകളെപ്പോലെ ബുദ്ധിയുള്ളവരും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കും. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചാട്ടകൊണ്ടടിക്കുകയും ചെയ്യും. ഞാൻ നിമിത്തം നിങ്ങളെ ദേശാധിപന്മാരുടെയും രാജാക്കന്മാരുടെയും മുമ്പിൽ കൊണ്ടുപോകും. അങ്ങനെ അവരുടെയും വിജാതീയരുടെയും മുമ്പിൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കും. എന്നാൽ അവർ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എന്തു പറയണം, എങ്ങനെ പറയണം എന്ന് വിചാരപ്പെടരുത്. പറയാനുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങളായിരിക്കുകയില്ല സംസാരിക്കുന്നത്, നിങ്ങളുടെ പിതാവിന്റെ ആത്മാവ് നിങ്ങളിലൂടെ സംസാരിക്കും. സഹോദരൻ സഹോദരനെയും പിതാവ് മകനെയും മരണത്തിനൊറ്റിക്കൊടുക്കും. മക്കൾ അമ്മയപ്പന്മാരെ എതിർക്കുകയും അവരെ കൊല്ലിക്കുകയും ചെയ്യും. ഞാൻ നിമിത്തം സകല മനുഷ്യരും നിങ്ങളെ വെറുക്കും. എന്നാൽ അന്ത്യം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങളെ ഒരു സ്ഥലത്ത് പീഡിപ്പിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോകും. മനുഷ്യപുത്രൻ വരുന്നതിനു മുൻപ് ഇസ്രയേൽ പട്ടണത്തിലൂടെയുള്ള നിങ്ങളുടെ സഞ്ചാരം പൂർത്തിയാകയില്ല എന്ന് ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു. ശിഷ്യൻ ഗുരുവിനേക്കാൾ മികച്ചവനല്ല, ദാസൻ യജമാനനേക്കാൾ വലിയവനുമല്ല. ഗുരുവിനെപ്പോലെയാകുന്നത് ശിഷ്യനു മതി, യജമാനനെപ്പോലെ ആകുന്നത് ദാസനും മതി. അവർ ഗൃഹനാഥനെ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ കുടുംബാംഗങ്ങളെ എത്രയധികം. ആകയാൽ അവരെ ഭയപ്പെടരുത്. വെളിപ്പെടുത്താതെ മറച്ചുവെക്കാവുന്നതോ പ്രസിദ്ധമാക്കാതെ ഒളിച്ചുവെക്കാവുന്നതോ ആയ യാതൊന്നുമില്ല. ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് സംസാരിക്കുന്നത് പകൽ വെളിച്ചത്തിൽ പ്രസ്താവിക്കുവിൻ. ചെവിയിൽ പറഞ്ഞു തരുന്നതും പുരമുകളിൽ നിന്ന് ഉദ്ഘോഷിപ്പിൻ. ദേഹിയെ കൊല്ലാൻ കഴിയാതെ ദേഹത്തെ മാത്രം കൊല്ലുന്നവരെ ഭയപ്പെടരുത്. പ്രാണനെയും ശരീരത്തെയും നരകത്തിലാക്കി നശിപ്പിക്കുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ഒരു കാശിന് 2 കുരുവിയെ വിൽക്കുന്നില്ലയോ? എങ്കിലും നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം കൂടാതെ അവയിൽ ഒന്നുപോലും നിലത്ത് വീഴുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ രോമവും എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട. അനവധി കുരുവികളെക്കാളും നിങ്ങൾ വിലയേറിയവരത്രേ. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും.
ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നുവെന്ന് നിങ്ങൾ കരുതരുത്. സമാധാനമല്ല, വാൾ വരുത്തുവാനത്രേ ഞാൻ വന്നിട്ടുള്ളത്. മകനെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവി അമ്മയോടും ഭിന്നിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും. എന്നേക്കാൾ അധികം സ്വന്തം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം സ്വന്തം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. തന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തന്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ നഷ്ടപ്പെടുത്തും. എനിക്ക് വേണ്ടി തന്റെ ജീവൻ ത്യജിക്കുന്നവൻ അതിനെ കണ്ടെത്തും. നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ഒരു പ്രവാചകനെ അദ്ദേഹം പ്രവാചകനായതുകൊണ്ട് സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. ഒരു നീതിമാനെ അദ്ദേഹം നീതിമാനായതുകൊണ്ട് സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ഈ ചെറിയവരിൽ ഒരുത്തന് അയാൾ എന്റെ ശിഷ്യനായതുകൊണ്ട് ഒരു പാത്രം തണുത്ത വെള്ളം കൊടുക്കുന്ന ഒരുവന് ഒരിക്കലും തന്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു.